അപ്പോൾ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ ഇന്നത്തെ പാർട്ടിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കളിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, എല്ലാവർക്കും ഹാപ്പി ഓണം. ഇന്ന് ഓണമാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ഓണം ഞാൻ പറയുന്നത്. ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കി. സ്കെലിട്ടണില്ല. ഈ ബ്രിഡ്ജ് നമ്മൾ ഇന്നലെയാണ് ഉണ്ടാക്കി. അതുമാത്രമല്ല, നമ്മൾ ഇത് ഇങ്ങോട്ടുനിന്ന് ഇങ്ങോട്ടേക്ക് പോകാൻ ഒരു നെതർ പോർട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ റെൻഡർ ഡിസ്റ്റൻസ് കുറച്ചിടട്ടെ ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഈ സ്റ്റക്ക് മാറുന്നില്ലല്ലോടാ. ഇത് മാറാൻ വേണ്ടിയിട്ട് ആടാ ഇത് ക്രീപ്പറുണ്ട്. ക്രീപ്പറിനെ പൊട്ടി തെറിപ്പിക്കുന്നതിന് മുമ്പ് എൻ്റെ ഹെൽത്ത് ഞാൻ ഫുള്ളാക്കട്ടെ ഗൈസ്. പിന്നെ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നെതർ പോർട്ടലൊന്ന് ഭംഗിയാക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഇത് ക്രീപ്പറുള്ളത് കൊണ്ടാണ് ഗൈസ്. ഡിസ്പോൺ ആവുമെന്ന് അറിഞ്ഞൂടാ. ഇത് ഫുള്ള് സ്റ്റക്ക്. ഞാൻ വീഡിയോ എടുക്കാണ്ടെന്ന് നല്ല സ്മൂത്ത്, എടുക്കാൻ തുടങ്ങിയ പിന്നെ ഫുള്ള് സ്റ്റക്കായിരിക്കും. അപ്പോൾ നമുക്ക് രണ്ടും കൽപ്പിച്ചങ്ങ് പോകാൻ പറ്റില്ല ഇപ്പോൾ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ക്രീപ്പർ പോയിനൊന്ന് മേലെ നിന്ന് നോക്കണം. അല്ലാണ്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ കിട്ടും. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് നോക്കട്ടെ ഗൈസ്. അടി പിന്നെ ഇവിടുന്ന് പോയാൽ എന്നാ കാണും. ഇപ്പോൾ അതെ വാടാ വാടാ വാടാ. എന്താ പേടി? അതിൻ്റെ അടുത്ത് നാട്ടി പൊട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്കല്ലേ ഇതിനെ കൊണ്ട് ഉള്ള സാധനങ്ങളെ കൊണ്ട് ശല്യ. വാടാ ഇങ്ങോട്ട് വാടാ. എന്താണ് ഇനി പേടിച്ചോയാ? ബാ കൊയ് ബാ. കുറച്ച് വാട ഇങ്ങന്നാടാ. പേടിയോ? ഡാടാ വാടാടിയും വാടാ. വാ പൊട്ട്. അത് തന്നെ, നല്ല ഇത് പൊട്ടോണ്ട് അതിനകത്ത് നല്ല. ഇനി അതിൻ്റെ ശല്യം അവിടെ കാണൂല. നമുക്കിന്ന് ഇതാക്കുന്നതിന് മുമ്പ് ചെറിയൊരു പണിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇത് നിരത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ പ്ലാൻ എടുത്ത് വെക്കാം, നിരത്തുന്നതിൻ്റെ. എന്നിട്ട് അടുത്ത പാർട്ടല്ല, ഈ പാർട്ടിൽ തന്നെ ഞാൻ നിരത്തുന്നുണ്ട്. ഇത് നമ്മൾ നിരത്താൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് മുതലാണ്. ഇവിടെ നിന്ന് മുതൽ അയ്യോ ഇവിടെ വേണ്ടടാ. ഡീപ്പ് സ്ലെറ്റ് വെക്ക്. തൽക്കാലം ഇവിടെ ഡീപ്പ് സ്ലെറ്റ് വെച്ചേക്കാം. ഇനി ഈ ഭാഗത്ത് ഫുള്ള് എനിക്ക് ഡേർട്ട് വെക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ഗുഹ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഇത് മൂടിയത് കൊണ്ട് ഇത് കാണും. കണ്ട അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ കുറച്ച് ഡേർട്ട് വെച്ച് മൂടാനുണ്ട്. ഇതിൻ്റെ മേലെ ആയിട്ടാണ് നെതർ പോർട്ടലും ഇതിൻ്റെ താഴെ ആയിട്ടാണ് ഇതിൻ്റെ സ്റ്റെപ്പ് വരുന്നത്. നിങ്ങളെല്ലാവരും വിചാരിക്കും പിന്നെ എന്തിനാണ് ഞാൻ ഇത് ഇവിടെ ടോർച്ച് വെച്ചേന്ന്. അതിൻ്റെ കാരണമുണ്ട് ഗൈസ്. ഞാൻ ഇത് കൂട്ടി. തൽക്കാലം നമുക്ക് എവിടം വരെ ആക്കണം നോക്കട്ടെ. ഞാൻ തൽക്കാലത്തേക്ക് ഇതാ ഇവിടം വരെ ആക്കുന്നത്. ഓക്കെ, നമുക്കിത് ക്ലൈംബ് ചെയ്ത് കയറാം. ഈ വേൾഡ് തുടങ്ങിയത് ഈ ഗുഹേൻ്റെ ഈ അടുത്ത് ഞാൻ സ്പോണായത്. അതായത് എൻ്റെ വീടുള്ള സ്ഥലത്ത്, എൻ്റെ വീട്ടിലുള്ള എൻ്റെ ബെഡ് ബ്ലോക്കില്ലേ, ബെഡ് വെച്ച ബ്ലോക്ക്, അവിടെയാണ് ഞാൻ സ്പോണായത്. പക്ഷെ അവിടെ തന്നെ ഞാൻ ഈ ബ്ലോക്കും വെച്ച്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ചെത്താൽ എൻ്റെ ബെഡിൽ തന്നെ സ്പോണാകും. കാരണം എന്താണെന്ന് വെച്ചാൽ ബെഡാണ് എൻ്റെ റീസ്പോൺ പോയിന്റ്. പക്ഷേ ബെഡ് മേലെയാണ്, ഞാൻ താഴെയാണ്. ബെഡ് സെക്കൻഡ് ഫ്ലോറാണ് കേസ്. ഓക്കെ, ഇനി നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോയിൽ ഈ സാധനം വെച്ച് മൂടണം. അതായത് ഡേർട്ട് വെച്ച് മൂടണം. ഡേർട്ട് ഓക്കെ. ഇത് മൂടിയില്ലാലും പ്രശ്നമില്ല. ഇതെല്ലാം മൂടണം കേസ്. ഇതൊന്നും ഇവിടെ വെച്ച് പൊറപ്പിക്കാതെ
നമ്മളിപ്പോൾ എത്ര എത്തി? ഇതിൻ്റെ അടുത്തെത്തി. അതായത് നമുക്കിനി കുറച്ചും കൂടി വെക്കാനുള്ളൂ എന്ന് അർത്ഥം. റെഡി. നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്ത് കൂടി എത്തി നമ്മൾ. ഗൈസ് നമുക്ക് ഇവിടുത്തെ അപ്പോൾ ഓക്കെ. നമ്മളിതാ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇവിടെ നിന്നൊരു ബ്ലോക്ക് അങ്ങോട്ടേക്ക് കുഴിച്ചെടുക്കണം. ഇവിടെ മൂടണമല്ലോ അവിടെ. ഇതാണ് ഗൈസ് ഈ ഗുഹയുള്ള പ്രശ്നം. എപ്പം നോക്കിയാലും ഈ ഗുഹേൻ്റെ പ്രശ്നം തന്നെയായിരിക്കും. ഗുഹ കണ്ട നിൻ്റെ കടയില്ലല്ലോ. ഓക്കെ നിൽക്ക്. അപ്പോഴാണ് ഇത് സെറ്റായത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് മുതൽ നേരെ 2 ബ്ലോക്ക് കുഴിച്ച് ഇവിടെ എത്തുമ്പോൾ അവിടെ നിന്ന് 2 ബ്ലോക്ക് കുഴിക്കും. ഇവിടെ നിന്ന് 1 ബ്ലോക്ക് ഇങ്ങനെ കുഴിച്ച് എൻ്റെ വീട് സീനാവും. ഇപ്പം വീട് കണ്ടോ ഗൈസ്, ഞാൻ വെച്ചേരാ നോട്ടാ. ഇങ്ങനെയാണ്. ഇതിൻ്റെ ബാക്കി വെക്കാൻ സ്ഥലമില്ല ഗൈസ്. ഇതിൻ്റെ മേലെയും ഒന്നിൻ്റെ താഴെയും ഇവിടെ ഞാൻ 2 ഫ്ലോറ്. ഞാൻ അവിടെ ലീവ്സ് വെച്ചോണ്ട് തന്നെ പെട്ടെന്നൊന്നും കാണൂല. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ നെതർ പോർട്ടലിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനാദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒബ്സിഡിയൻ നമ്മുടെ അടുത്തുണ്ട്. നമുക്ക് സ്റ്റെയേഴ്സാണ് വേണ്ടത്. റിച്ച് സ്റ്റെയേഴ്സാണ് നമുക്ക് വേണ്ടത്. വാണിംഗ് ട്രേഡർ എന്തെങ്കിലും തരുമോ? 4 ഇതൊന്നും ബ്രെഡ് കൊടുത്താൽ 1 എമറാൾഡ്. 1 സ്പൈഡറായി കൊടുത്താൽ 3 എമറാൾഡ്. 1 എമറാൾഡ് കൊടുത്താൽ 1 ലോഗ്. അല്ല എനക്കെന്തിനാടാ? ബൂസ് ലോഗിനോ 1 ലോഗിനോ ആണല്ലോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് എടുക്കേണ്ടതെന്ന് വെച്ചാൽ യെസ്. അപ്പോൾ നമുക്കിന്ന് നേരെ അത് എടുക്കണം. നമുക്ക് അവിടെ ആക്കണം. അതായത് നമുക്ക് ഏത് സ്റ്റെപ്പ് വേണം? ഇത് മതിയോ അല്ലെങ്കിൽ മറ്റേത് വേണമെന്നാണ് എനിക്കിപ്പോൾ ഒരു ഡൗട്ട്. തൽക്കാലം നമുക്കിത് എടുക്കല്ലേ. അടുത്ത പാർട്ട് ആകുമ്പോഴേക്ക് ഈ ഹാങ്ങിൻ്റെ പ്രശ്നം മാറ്റണം ഗൈസ്, അല്ലാണ്ട് കളി നടക്കൂല. ഇത് ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ കൊണ്ട് മരത്തിൽ നിൽക്കുന്ന അടങ്ങാത്ത സാധനം കേട്ടോ. ഫ്ലിൻറ്റ് ആൻഡ് സ്റ്റീൽ അത് മരത്തിൻ്റെ അടുത്ത് നടങ്ങാതാവും. അതായത് നമ്മൾ ഇനി ഇവിടെ വെച്ച്, അതേപോലെ ഇവിടെയും വെച്ച്, പിന്നെ ഇവിടെ ഈ സാധനം മാറ്റേണ്ടി വരില്ല, അത് മാറ്റാം ഗൈസ്. ഇവിടെ ഞാൻ ഇവിടെ, പിന്നെ ലാസ്റ്റ് വൺ ഇവിടെയും കൂടി വെക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതനുസരിച്ച് മേലെയും വെക്കണം എന്നുള്ളതാണ്. ഇങ്ങനെയല്ല മേലെ വെക്കേണ്ടത്, നമുക്ക് മേലെ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇതല്ലടാ, ഇങ്ങനെയാണല്ലോ വരുന്നത്. ഇനിയാവൂല. ഷിറ്റ്, ഇതെന്നാ വരാത്തടോ. ഓക്കെ ഇനി എന്തെങ്കിലും വരുന്ന ഞാൻ ഉറപ്പിരുന്ന കേസ്. ഞാൻ പറഞ്ഞില്ല വരുന്നത്, നിങ്ങൾ കേൾക്കാത്ത എൻ്റെ പ്രശ്നമല്ലല്ലോ കേസ്. ഇവിടെ നമുക്ക് ഈ സാധനം ഇല്ലാണ്ട് നട്ട് അതങ്ങ് പൊളിച്ച് മാറ്റാം. ഇത് കണ്ടാൽ പോയത് അങ്ങനത്തെ ലുക്ക് വേണം. ഇത് കണ്ടാലും മറ്റേ പിന്നെ ഒബ്സിഡിയൻ കൊണ്ട് ഉണ്ടാക്കിയാണ് പറയത്. അങ്ങനെ ആക്കണം. രാത്രിയാണല്ലോ. ഇപ്പോഴത്തേക്ക് നമുക്കിത് ഇപ്പം രാത്രിയാവും. നമുക്ക് പോയിട്ട് കിടന്നുറങ്ങാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ഷിറ്റാണ് കിട്ടി. നമ്മൾ ലൂട്ടിയാണ് പോകേണ്ടത്. ലൂട്ട അങ്ങനെ പോയിട്ട് ഇങ്ങനെ വന്ന് ലൂട്ട വരണം. എന്നിട്ട് അങ്ങോട്ട് പോയിട്ട് കിടക്കാൻ പാടുള്ളൂ. അയ്യോ ബസിത്തേക്കാ. വാപ്പാ ജാപ്പാ.
ഗൈസ്, എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ വീഡിയോ എന്നാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇനിയും ഉണ്ടാവും. ഇതന്നെ ഇന്നത്തെ വീഡിയോ. ഇന്ന് തന്നെ ഒരു 16 മിനിറ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. 16 മിനിറ്റ് കൊള്ളാന്ന് പറഞ്ഞൂടാ. 10 മിനിറ്റായി. ഇപ്പം തന്നെ 13 മിനിറ്റ് 16 മിനിറ്റ്. ഞാൻ റിസ്ക് എടുക്കുന്നത് റിസ്ക് അല്ല, എനിക്ക് റിസ്ക് സാപ്പിടണ മാതിരിയാടാ റിസ്ക്. ഓക്കെ, നമുക്ക് ഇങ്ങോട്ട് വന്നതിന് ശേഷം ബാക്കി വെച്ച് തുടങ്ങാം. ഇവിടെ പിന്നെ ഇങ്ങനെ ആക്കിയാൽ പോലെ ഇവിടെ ഒന്ന് ഇവിടെ മുഞ്ചി ഹൈവ നല്ല ഇത് നമുക്ക് മറ്റേ പിന്നെ ബ്രൈസിനൊക്കെ ഒന്നിച്ച് എൻ്റർ ഡ്രാഗനെയും കൊല്ലണം. എൻ്റർമാനെയും കൊന്നിച്ച് മറ്റേ എൻ്ററായും വേണം. അത് ഇട്ടിട്ട് നമുക്ക് മറ്റേ പോർട്ടലുള്ള സ്ഥലം കണ്ടുപിടിക്കണം. എൻ്റെ പോർട്ടലാണ്, അതിനുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അയ്യോ, സ്ഥലം കണ്ടുപിടിച്ചാൽ മാത്രം പോരാ, ആ സ്ഥലത്ത് പോയിട്ട് ആ സാധനം വെച്ചിട്ട് നമുക്ക് എൻ്റർ ഡ്രാഗനെ കൊന്നിട്ട് പിന്നെ കുറേ ചെയ്യാനുണ്ട്. എൻ്റർ ഡ്രാഗനെ കൊന്നാൽ മാത്രം പോരാ. ഈ വീഡിയോ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഗ്രേറ്റ് പവേഴ്സ് വിത്ത് ഗ്രേറ്റസ്റ്റ് റെസ്പോൺസിബിലിറ്റി. വെക്കുന്നില്ലേ? വെച്ച് സെറ്റ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് എന്താ വെക്കും. ഇപ്പം ബ്ലോക്ക് ഇങ്ങനെ വെച്ചാൽ രസം ഉണ്ടാവുക. രണ്ടല്ല ഒന്ന് ഒരു ബ്ലോക്ക് ഇങ്ങനെ വെക്കുന്നതാണെങ്കിലോ. നോക്കി നോക്കട്ടെ. ബോർ ബ്ലോക്ക് വെക്കണമെന്നില്ല. സ്ലാബ് ഇങ്ങനെയാണ് നിൽക്കും. സ്ലാബ് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ വെച്ച് നിൽക്കുക. അപ്പോൾ ബ്ലോക്ക് വെക്കുന്ന നമുക്ക് സൈഡിലുള്ള മാത്രം പൊട്ടിച്ച് 5 ബ്ലോക്ക് വെക്കാം. ഇവിടെ ഉള്ളത് പൊട്ടിക്കുക. ഇത് മറ്റേ ചൈ വെക്കുക. ഈ ചൈനെ ഇനി നമുക്ക് ഇതിലോട്ടേക്ക് എഴുതണം. അപ്പോൾ ഇത് മാത്രം ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇപ്പോൾ സെറ്റ് ചെയ്തു. ഓക്കെ, ഇതേപോലെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാണുന്നുണ്ടെന്ന് വെച്ചാൽ അപ്പോൾ ഇത് മാറ്റേണ്ടി വരും. മേലെയുള്ളത് ഇത് മാത്രം, ഈ 2 ഭാഗത്തുള്ള മാത്രം മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മളിത് മാറ്റിയിട്ട് എങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ്ട് ഇതേപോലെ വെക്കാം. അപ്പോൾ ഇത് സെറ്റായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ അതിൻ്റെ പണിയൊന്ന് തീർക്കട്ടെ. അപ്പോൾ ഗൈസ്, അതിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കാണിച്ചതാ. അപ്പോൾ നമ്മളെ പണി സെറ്റായിട്ടുണ്ട്. എത്ര സെറ്റായിന്നൊന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് നോക്കിയൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇത് ഇതുവരെ ഫുള്ളായിട്ടായിട്ടില്ല. എൻ്റെ പണി ഇനിയും ഉണ്ട് ഗൈസ്. ഞാൻ മറ്റേ ഈ ലാൻഡേൺ ഒക്കെ പിടിച്ചല്ലോ. ഓക്കെ സ്റ്റേഴ്സ്, എൻ്റെ പേരിന് ലാൻഡേൺ ഉണ്ടാക്കി. ലാൻഡേൺ ഇവിടെ വെക്കണമെന്നുണ്ടായിരുന്നു ഗൈസ്. ഞാൻ വെച്ചിട്ടില്ല. ഓക്കെ, നമുക്ക് കയറുമ്പോൾ വളയുമ്പോൾ ഉള്ള സ്ഥലത്തായിട്ട് ഈ ലാൻഡേൺ വെച്ച് കൊടുക്കാം.